ഇമ്മോർട്ടൽസിനെയും ഡീമൻസിനെയും ഒരുമിപ്പിച്ചുകൊണ്ട് സിമാജിയാവോയും തിങ്ങിയാനും റൂളൊക്കെ ഇറക്കിയെങ്കിലും എല്ലാവരും ഇതുവരെ അതൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോൾ തന്നെ ന്യൂസാനും അവൻ്റെ അനുയായികളും അതേപോലെ തന്നെ സെലസ്റ്റിയൽ പാലസിൽ നിന്ന് തിങ്ങിയാൻ്റെ സപ്പോർട്ടിനായി വന്ന ജനറൽസായ നിഷങ്ങും ചിയാനും ഒക്കെ ഒരുമിച്ചിരുന്ന് വൈൻ കഴിക്കുകയും മറ്റുമാണ്. പക്ഷേ ഇവരാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇരുന്ന് ഓരോന്ന് സംസാരിച്ച് ഇവർ തമ്മിൽ തർക്കമാവുന്നു. പ്രധാനമായിട്ടും നിയോസാനും ചിയാനും തമ്മിലാണ് പ്രശ്നമുണ്ടായത്. രണ്ടുപേരും തമ്മിൽ അടിയാവും എന്ന സ്റ്റേജിലെത്തിയപ്പോൾ നിഷം ഇടപെട്ട് രണ്ടുപേരെയും വിലക്കുന്നു. അതുകൊണ്ട് മാത്രം അവിടെ അടി നടന്നില്ല. അവൾ പറഞ്ഞതനുസരിച്ച് രണ്ടു കൂട്ടരും പിരിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ നിയോസാൻ്റെ കൂടെ ഉള്ളവർക്ക് ഇതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ചിയാനെ ട്രാപ്പിലാക്കുന്ന വിവരമൊക്കെ അവർ നിയോസാനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും നിയോസാൻ ആ വിഷയം വിടാൻ തയ്യാറായിരുന്നു. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, സിമാജിയാവോയും തിങ്ങാനും തങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണല്ലോ, എന്നിട്ട് അതിനെ ധിക്കരിച്ച് ഇങ്ങനെ പെരുമാറിയത് മോശമായി പോയി എന്ന് പറഞ്ഞ് നിയോസാൻ ബാക്കിയുള്ളവരെ കൂടി പറഞ്ഞ് മനസ്സിലാക്കി ആ വിഷയത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാവുന്നു. ബാക്കിയുള്ളവരെയൊക്കെ പറഞ്ഞയച്ച ശേഷം അവൻ വഴിയിലൊരിടത്ത് തന്നെ യൂറിൻ പാസ് ചെയ്യാനായി നിൽക്കുന്നു. ഈ സമയത്ത് അവനെ ആരോ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആ ആക്രമണം നടന്നത് ജനറൽ ചിയാൻ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലാണ്. ആക്രമണത്തിൽ നിയോസാൻ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അടുത്ത ദിവസം നിയോസാൻ്റെ ബോഡി തിങ്ങിയാൻ്റെ സദസ്സിന് മുന്നിൽ എത്തിക്കുന്നു. ബോഡി ചെക്ക് ചെയ്ത ശേഷം അവളുടെ മാസ്റ്റർ മരണത്തിന് കാരണം ചിയാൻ്റെ ടെക്നിക്ക് ഉപയോഗിച്ചുള്ള ആക്രമണമാണ് എന്ന് അറിയിക്കുന്നുണ്ട്. അതോടെ ചിയാനാണ് നിയോസാനെ കൊന്നത് എന്ന് പറഞ്ഞ് ഡീമൻസ് എല്ലാവരും കൂടി അവനെ അറ്റാക്ക് ചെയ്യാനായി തുടങ്ങുന്നു. തിങ്ങാൻ അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും അവളെപ്പോലും മൈൻഡ് ചെയ്യാതെയാണ് അവർ അവളുടെ മുന്നിൽ വെച്ച് ഫൈറ്റ് ചെയ്യാനായി ഒരുങ്ങിയത്. ചിയാൻ്റെ സപ്പോർട്ടിനുള്ള ഇമ്മോർട്ടൽസും പിന്മാറാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ ഇരുകൂട്ടരും തമ്മിൽ അവിടെ വെച്ച് പോലും ഫൈറ്റ് നടക്കുന്ന അവസ്ഥയാവുന്നു. പെട്ടെന്ന് നിജുവും റൂളിങ്ങും കൂടി ഇടപെട്ടാണ് കാര്യങ്ങളൊന്ന് കൺട്രോളിലാക്കിയത്. പക്ഷേ ഇവരിങ്ങനെ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവിടെ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് എനർജി നിറയുന്നുണ്ടല്ലോ. ആ നെഗറ്റീവ് എനർജി തിങ്ങാനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങുന്നു. ഇതേപോലെ തന്നെ പുറത്ത് മാർക്കറ്റിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ഇമ്മോർട്ടൽസും ഡീമൻസും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാതെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഇടയിലും ഈ വിഷയങ്ങൾ കാരണം മൊത്തത്തിൽ നെഗറ്റീവ് എനർജി നിറയുന്നുണ്ട്. ഇതും തിങ്ങാനെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അവൾക്ക് മാത്രമേ ഇങ്ങനെ ഓരോ എനർജി അവിടെ സ്പ്രെഡ് ആവുന്നത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അത് തൻ്റെ ഉള്ളിലേക്ക് വന്ന് കയറുന്നത് പോലെ അവൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ ഈ നെഗറ്റീവ് എനർജി വന്ന് നിറയുന്ന സമയത്ത് മനസ്സിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുന്നത് പോലെ അവൾക്ക് തോന്നുന്നതിനാൽ എന്താണ് ഇതിൻ്റെ കാരണമെന്നറിയാനായി അവൾ മാസ്റ്ററുടെ അടുത്തെത്തുന്നു. അങ്ങനെ മാസ്റ്റർ അവളെ ചെക്ക് ചെയ്ത ശേഷം അവളുടെ ഉള്ളിലെ ഡീമണിക് കോറാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം എന്നവളെ അറിയിക്കുന്നുണ്ട്. മുമ്പ് മെഡിറ്റേഷനിലായിരുന്ന സമയത്ത് തൻ്റെ ഇന്നർ കോർ തമ്മിൽ മെർജ് ആവാൻ തുടങ്ങിയെങ്കിലും ഡീമണിക് കോർ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നത് പോലെയും തൻ്റെ സ്വന്തമായിട്ടുള്ള കോർ ചെറുതാവുന്നത് പോലെയുമാണ് തിങ്ങാന് കാണാൻ സാധിച്ചത്. അതിനെപ്പറ്റിയും അവൾ മാസ്റ്ററോട് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജി ആയിരിക്കണം അങ്ങനെ സംഭവിക്കുന്നതിന് കാരണം. ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ നെഗറ്റീവ് എനർജി എല്ലാം കൂടി ഡീമണിക് കോറിലേക്ക് കയറി അത് വളർന്ന് വലുതായിട്ട് അവളുടെ ഇന്നർ കോറിനെ മൊത്തമായി വിഴുങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവൾ മൊത്തത്തിൽ ഈ ഡീമണിക് കോറിൻ്റെ കൺട്രോളിലാവാനും മനസ്സിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് എന്നൊക്കെ മാസ്റ്റർ അവളെ അറിയിക്കുന്നു. ഡീമൻസിൻ്റെയും ഇമ്മോർട്ടൽസിൻ്റെയും ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കാര്യങ്ങളൊക്കെ ശാന്തമാക്കി കഴിഞ്ഞാൽ അവളുടെ ഉള്ളിലെ ആ ഡീമണിക് കോർ ഇങ്ങനെ പെട്ടെന്ന് വളരുന്നത് തൽക്കാലത്തേക്ക് പരിഹരിക്കാൻ സാധിച്ചേക്കും. പക്ഷേ അതൊരു ശാശ്വതമായ പരിഹാരമല്ല. മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തിയേ പറ്റൂ. തന്നെക്കൊണ്ട് പറ്റാവുന്നത് പോലെ അതിനുവേണ്ടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാസ്റ്റർ അവൾക്ക് ഉറപ്പ് നൽകുന്നു. സിമാജിയാവോ വലിയൊരു മുറിവൊക്കെ സംഭവിച്ച് പരിക്കൊക്കെ ഭേദമായി വരുന്നതല്ലേ ഉള്ളൂ. അതുകൊണ്ട് തൽക്കാലം അവനോട് ഇക്കാര്യം പറയണ്ട എന്ന് തിങ്ങാൻ പറയുന്നുണ്ട്. മാസ്റ്റർ അത് സമ്മതിക്കുന്നു. ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നിയോസാൻ്റെ മരണമാണല്ലോ. അതിൻ്റെ ശരിക്കുള്ള കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ തൽക്കാലം അവരെ ഒന്ന് ശാന്തരാക്കാൻ പറ്റും. അങ്ങനെ നെഗറ്റീവ് എനർജി കൺട്രോളിലാക്കാൻ പറ്റും എന്ന പ്രതീക്ഷയിൽ തിങ്ങാൻ സിമാജിയാവയെയും കൂട്ടി അതിനുള്ള പരിഹാരം കാണാൻ ശ്രമിക്കുന്നു. ചിയാനാണ് ഇപ്പോൾ നിയോസാനെ കൊന്നതെന്നാണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിയാൻ്റെ മെമ്മറിക്കുള്ളിലേക്ക് കയറി അത് എല്ലാവർക്കും കാണുന്ന രീതിയിൽ അവിടെ പ്രദർശിപ്പിക്കാം. അങ്ങനെ ആകുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും നേരിട്ടറിയാൻ കഴിയുമല്ലോ എന്ന് സിമാജിയാവോ പറയുന്നു. എല്ലാവരും അത് സമ്മതിക്കുന്നു. അങ്ങനെ അവൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് ചിയാൻ്റെ മെമ്മറി സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നു. അന്ന് സംഭവിച്ചതൊക്കെ അവിടെ എല്ലാവരും കാണുന്നുണ്ട്. അന്ന് ബാക്കി എല്ലാവരെയും പറഞ്ഞയച്ച ശേഷം നിയോസാൻ യൂറിൻ പാസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചിയാൻ കുറച്ച് അപ്പുറത്തായി നിന്ന് അവനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. നേരത്തെ ദേഷ്യം തീർക്കാൻ അവനെ ഉപദ്രവിക്കണമെന്നും ചിയാൻ ഉദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അയാളിങ്ങനെ യൂറിൻ പാസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് ഉപദ്രവിക്കുന്നത് ശരിയല്ല എന്ന് കരുതി അത് കഴിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ കൂട്ടത്തിലുള്ള 2 പേർ വന്ന് അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുകയും മുറിയിലെത്തിക്കുകയും ചെയ്യുന്നു. അവർ മുറിയുടെ വാതിൽ അടച്ചിട്ട് പോകുന്നത് വരെ അവൻ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അവൻ മയങ്ങി പോകുന്നുണ്ട്. ഇതിനിടയിൽ നിയോസാന് സംഭവിച്ചതൊന്നും അവൻ്റെ ഓർമ്മകളിൽ ഉണ്ടായിരുന്നില്ല. ഒന്നുകിൽ അവൻ്റെ ഓർമ്മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കണം, അല്ലെങ്കിൽ ശരിക്കും നിയോസാന് സംഭവിച്ചതുമായി അവന് ബന്ധമുണ്ടായിരിക്കാൻ സാധ്യതയില്ല. എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് തൽക്കാലം എല്ലാവരും ഒന്ന് അടങ്ങുന്നു.
ഈ സോൾ സെർച്ച് കഴിഞ്ഞപ്പോഴേക്കും സിമാജിയാവോ കുറച്ച് ടയേർഡ് ആവുന്നുണ്ട്. അതുകൊണ്ട് തിങ്ങാൻ അവനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തിരക്കുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ക്ഷീണം മാത്രമേ ഉള്ളൂ, റെസ്റ്റ് എടുത്താൽ ശരിയാവും എന്നൊക്കെയാണ് അവൻ പറഞ്ഞത്. ജനറൽ ചിയാൻ്റെ ടെക്നിക്കാണല്ലോ ന്യൂസാൻ്റെ മരണത്തിന് കാരണം. അവൻ നേരിട്ട് അത് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ മിംഗ്ലി ആയിരിക്കണം ഇതിന് പിന്നിൽ. അതുകൊണ്ട് ആ മുറിവിലെ അടയാളം ട്രേസ് ചെയ്ത് മിംഗ്ലിയെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് സിമാജിയാവോന് ജൂൻ ഓർഡർ നൽകുന്നു. പിന്നീടുള്ള ദിവസങ്ങളിലും ഈ നെഗറ്റീവ് എനർജി തിങ്ങാൻ വല്ലാത്ത ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഡീമണിക് കോർ നിന്റെ ഉള്ളിലുള്ളതുകൊണ്ട് നീ ഡീമൻ ലോഡായി എന്ന് വിചാരിക്കേണ്ട. നിന്റെ കോറിനെ അത് മുഴുവനായി കൺട്രോളിലാക്കി കഴിയുമ്പോൾ നീ വെറും ഒരു പപ്പറ്റായി മാറും എന്നൊക്കെ പഴയ ഡീമൻ ലോഡ് പറയുന്നത് പോലെ സ്വപ്നം കണ്ട് തിങ്ങാൻ ഞെട്ടി ഉണരുന്നു. മുന്നിൽ ആരോ നിൽക്കുന്നത് കൊണ്ട് അവൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പിന്നീടാണ് അത് സിമാജിയാവോ ആണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അവൾ ആകെ ഞെട്ടുന്നു. പക്ഷേ തൊട്ടടുത്ത നിമിഷം അവൾ മറ്റൊരു സ്ഥലത്ത് എത്തിപ്പെടുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് അവിടെ എത്തിയതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും റൂളിംഗ് അങ്ങോട്ടേക്ക് വരുന്നു. പിന്നീടാണ് താൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തിയതല്ല, ഇടയ്ക്കുള്ള തൻ്റെ ഓർമ്മകൾ തനിക്ക് മിസ്സാവുന്നുണ്ട്, എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടതെന്ന് തനിക്ക് അറിയാത്തതാണ് എന്നൊക്കെ തിങ്ങാനും മനസ്സിലാവുന്നത്. തൻ്റെ കണ്ടീഷൻ ഇങ്ങനെ മോശമായിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റി അവൾ റൂളിങ്ങിനോട് പറയുന്നു. ഇത്രയും കാലം റൂളിങ്ങിന് അതിനെപ്പറ്റി അറിയാമായിരുന്നില്ല. ഇപ്പോൾ തിങ്ങാൻ പറഞ്ഞപ്പോഴാണ് അവൾ ഇത്ര സീരിയസ് പ്രശ്നത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് റൂളിംഗ് അറിയുന്നത്. സിമാജിയാവോട് അവൾ ഇതുവരെ അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. അവൻ ഇതറിഞ്ഞു കഴിഞ്ഞാൽ ആകെ ടെൻഷനാവും എന്നൊക്കെ തിങ്ങാൻ പറയുകയോട് ചെയ്തപ്പോൾ റൂളിംഗ് ഒന്നുകൂടി പേടിക്കുന്നു. ഫെങ്ഷിയോട് ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നുവെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഫെങ്ഷിയെ മുമ്പ് എന്തോ കാരണത്താൽ തിങ്ങാൻ അവിടെ നിന്ന് മറ്റൊരു സിറ്റിയിലേക്ക് പറഞ്ഞയച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഫെങ്ഷി ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. ഫെങ്ഷിയെ എത്രയും പെട്ടെന്ന് തിരികെ വിളിക്കാൻ വേണ്ട അറേഞ്ച്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് റൂളിംഗ് വേഗം തന്നെ അവിടെ നിന്ന് പോകുന്നു. ന്യൂസാൻ്റെ മുറിവിലുണ്ടായിരുന്ന ഡീമനിക് എനർജിയുടെ സോഴ്സ് അന്വേഷിച്ച് പുറപ്പെട്ട നിഞ്ചുവിന് അവസാനം മിംഗ്ലിയെ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവന് മിംഗ്ലിയെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. അങ്ങനെ മിംഗ്ലി അവനെ തിരിച്ചടിക്കാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും സിമാജിയാവോ അവിടേക്ക് എത്തുന്നുണ്ട്. സിമാജിയാവോയുടെ എതിർത്ത് നിൽക്കാൻ മിംഗ്ലിക്ക് പറ്റുന്നില്ല. പഴയ ഡീമൻ ലോഡായ യോയുവാൻ ഇപ്പോൾ എവിടെയാണ് എന്ന് സിമാജിയാവോ മര്യാദയ്ക്ക് ചോദിച്ചിട്ട് അവൻ പറയാൻ തയ്യാറാവുന്നില്ല. അങ്ങനെ സിമാജിയാവോ ട്രൂത്ത് സ്പെല്ല് പ്രയോഗിക്കുന്നു. യുവാൻ ഇപ്പോൾ മനുഷ്യരുടെ ഇടയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഡീമണിക് ആർമിയെ തടവിലാക്കിയിരിക്കുന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് അയാൾ ഉള്ളത് എന്നൊക്കെ മിംഗ്ലിയിൽ നിന്ന് സിമാജിയാവോ അറിയുന്നു. അവിടെ സീൽ ചെയ്തിരിക്കുന്ന ആ ഡീമണിക് ആർമിയെ സ്വതന്ത്രമാക്കുകയാണ് യോയുവാന്റെ ഉദ്ദേശമെന്ന് സിമാജിയാവോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടേക്കുള്ള എൻട്രൻസ് എവിടെയാണെന്ന് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അതിനെപ്പറ്റി തനിക്ക് അറിയില്ല എന്ന് മിംഗ്ലി പറയുന്നു. ട്രൂ സ്പെൽ പ്രയോഗിച്ചിരിക്കുന്നതുകൊണ്ട് അവൻ സത്യം തന്നെയാണ് പറയുന്നത്. ബിയാന്റെ ശരീരം യോയുവാൻ കൈയടക്കിയ കാര്യവും മിംഗ്ലയിൽ നിന്നും സിമാജിയാവോ അറിയുന്നു. ന്യൂസാന്റെ മരണത്തെപ്പറ്റിയും സിമാജിയാവോ ചോദിക്കുന്നുണ്ട്. ഫെങ്ഷിയെ എൻ്റെ ഡീമനിക് എനർജി ഉപയോഗിച്ച് കൺട്രോളിലാക്കിയിരുന്നു. അതുകൊണ്ട് ഫെങ്ഷിയുടെ സഹായത്തോടെയാണ് ന്യൂസാനെ കൊന്നതെന്ന് മിംഗ്ലി അറിയിക്കുന്നു. ഇങ്ങനെ ഫെങ്ഷി മിംഗ്ലിയുടെ കൺട്രോളിലാണെങ്കിൽ തിങ്ങാന്റെ കോർ മെർജ് ചെയ്യാൻ ഫെങ്ഷി ശ്രമിച്ചതിലും എന്തെങ്കിലും കുഴപ്പം കാണുമോ എന്ന് സിമാജിയാവോ സംശയിക്കുന്നു. അങ്ങനെ അവൻ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അങ്ങനെ തിങ്ങാന്റെ കോറിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി സിമാജിയാവോ അറിയുന്നു. അവളുടെ ഇന്നർ കോർ മുഴുവനായി ഡീമനിക് കോർ കൺട്രോൾ ചെയ്ത് കഴിയുമ്പോൾ അവൾ യോയുവാന്റെ പപ്പറ്റായി മാറും എന്നുള്ള കാര്യവും മിംഗ്ലി അവനോട് പറയുന്നുണ്ട്. അത് കേട്ട് കഴിഞ്ഞതും സിമാജിയാവോ മിംഗ്ലിയെ കൊല്ലുന്നു. അപ്പോഴേക്കും നിഞ്ചുവും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. തിങ്ങാൻ അപകടത്തിലാണ് എന്ന് പറഞ്ഞ് അവൻ ഉടനെ തന്നെ പുറപ്പെടുന്നു. ഈ സമയം തിങ്ങാൻ്റെ അടുത്ത് ഫെങ്ഷി എത്തുന്നുണ്ട്. അവൻ വരുന്ന സമയത്തും തിങ്ങാൻ ആകെ മോശം കണ്ടീഷനിലാണ്. അതുകൊണ്ട് അവൻ വന്നതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. അവൻ ആദ്യമേ തന്നെ എന്തോ പ്രയോഗിച്ച് അവളുടെ ഉള്ളിലെ കോറിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ സമയത്ത് അവൻ്റെ കണ്ണുകളിൽ വീണ്ടും ആ നെഗറ്റീവ് എനർജി വരുന്നത് കാണാം. അപ്പോഴേക്കും സിമാജിയാവോ അവിടെ എത്തി അവനെ അറ്റാക്ക് ചെയ്ത് തിങ്ങാൻ്റെ അടുത്ത് നിന്ന് മാറ്റുന്നു. തിങ്ങാൻ്റെ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുകയായിരുന്നതിനാൽ സിമാജിയാവോ അവളെ ഹെൽപ്പ് ചെയ്യുന്നു. അത് കണ്ടുകൊണ്ട് ഫെങ്ഷി എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് ചെല്ലാൻ തുടങ്ങുന്നുണ്ടെങ്കിലും നിഞ്ചുവും റൂളിങ്ങും കൂടി അവനെ തടയുന്നു. അന്ന് ന്യൂസാൻ ആ യൂറിൻ പാസ് ചെയ്യാൻ നിന്ന സമയത്ത് ഫെങ്ഷി അവിടെ എത്തിയിരുന്നു. എന്നിട്ട് ജനറൽ ഷിയാൻ്റെ ആ ടെക്നിക്ക് ഉപയോഗിച്ച് ന്യൂസാനെ കൊന്നത് ഫെങ്ഷിയാണ്. ന്യൂസാൻ കൊല്ലപ്പെടുന്നതിലൂടെ ഇമ്മോർട്ടൽസും ഡീമൺസും തമ്മിൽ പ്രശ്നമാകുമെന്ന് ഫെങ്ഷിക്ക് അറിയാമായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നെഗറ്റീവ് എനർജി എല്ലായിടവും സ്പ്രെഡ് ആവും. ആ നെഗറ്റീവ് എനർജി തിങ്ങാൻ്റെ ഡീമനിക് കോറിനെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. ആ സമയത്ത് സിമാജിയാവോയെ കൊല്ലാൻ കഴിയും. എന്നാൽ മാത്രമേ എനിക്ക് തിങ്ങാനെ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തതെന്ന് അവൻ വിളിച്ചു പറയുന്നു. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും സിമാജിയാവോ കൂടി അവനെ കൺട്രോൾ ചെയ്ത് അവിടെ ഇരുത്തുന്നു. അതോടെ അവൻ്റെ ബോധം പൂർണ്ണമായും നഷ്ടപ്പെട്ട് യോയുവാനാണ് പിന്നെ അവൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ഡീമനിക് കോർ തിങ്ങാനെ മുഴുവനായി വീങ്ങി കഴിയുമ്പോൾ അവൾ എൻ്റെ പപ്പറ്റായി മാറും. അതോടെ ഞാനായിരിക്കും ഈ ലോകം ഭരിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് യോയുവാൻ വിളിച്ച് പറയുന്നത്. ന്യൂസാൻ്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അവൻ്റെ സുഹൃത്തുക്കളായ ഡീമൻസിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി സിമാജിയാവോ രഹസ്യമായി അവരെയൊക്കെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. സത്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് സിമാജിയാവോ ചോദിച്ചപ്പോൾ അവരെല്ലാം പുറത്തേക്ക് വരുന്നു. സത്യാവസ്ഥ മനസ്സിലായതോടെ അവനെ കൊല്ലണമെന്ന് അവരെല്ലാവരും കൂടി വിളിച്ചു പറയുന്നു. പക്ഷേ ഫെങ്ഷിക്ക് പകരം ഇപ്പോൾ യോയുവാനാണല്ലോ അവിടെ ഉള്ളത്. നീ സത്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ട്രിക്ക് പ്രയോഗിച്ചാണല്ലേ. പക്ഷേ അതുകൊണ്ട് എന്ത് പ്രയോജനം? തിങ്ങാൻ ഇപ്പോൾ എൻ്റെ കൺട്രോളിലായി കഴിഞ്ഞു. അവളിപ്പോൾ എൻ്റെ ഒരു പപ്പറ്റ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അവൻ തിങ്ങാനോട്
എഴുന്നേറ്റ് സിമാജിയാവോയെ കൊല്ലാൻ ആവശ്യപ്പെടുന്നു. അയാൾ പറഞ്ഞതുപോലെ തന്നെ തിങ്ങാൻ ചാടി എഴുന്നേറ്റ് തൻ്റെ ആയുധം സിമാജിയാവോയുടെ നേർക്ക് പ്രയോഗിക്കുന്നുണ്ട്. സിമാജിയാവോ തക്ക സമയത്ത് അവളുടെ കയ്യിൽ കയറി പിടിച്ചതുകൊണ്ട് അവൻ്റെ ദേഹത്ത് അത് കൊള്ളുന്നില്ല. തിങ്ങാനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവരാൻ ഇത് ഞാനാണ് എന്നൊക്കെ സിമാജിയാവോ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവൾ കേൾക്കുന്നതായി പോലും തോന്നുന്നില്ല. ഈ സമയത്താണ് അവർ ആ രണ്ടുപേരെയും കയ്യിൽ ഇട്ടിരിക്കുന്ന ആ കപ്പിൾ റിങ് അവൾ ശ്രദ്ധിക്കുന്നത്. അത് കണ്ടതോടെ അവൾക്ക് സ്വബോധം വരുന്നു. അങ്ങനെ അവൾ ആ ഡീമണിക് എനർജിയുടെ കൺട്രോളിൽ നിന്ന് പുറത്തു വരുന്നു. അവൾ പെട്ടെന്ന് ആയുധം പിൻവലിച്ച് പിന്മാറുന്നുണ്ട്. ഇങ്ങനെ അവൾ റിക്കവർ ആവുമെന്ന് യോയുവാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അതുകൊണ്ട് ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അയാൾ ഫെങ്ഷിയുടെ ശരീരത്തിൽ നിന്ന് പോകുന്നുണ്ട്. തിങ്ങാൻ സിമാജിയാവോയോട് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതിന് സോറി പറഞ്ഞിട്ട് ഫെങ്ഷിക്ക് നേരെ തിരിയുന്നു. പക്ഷേ സിമാജിയാവോ ഇപ്പോൾ അവളെ തടയുന്നുണ്ട്. എന്നാലും അവൻ്റെ കൈ വിടുവിച്ചിട്ട് അവൾ പതുക്കെ ഫെങ്ഷിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. നിന്റെ മനസ്സിൽ ഇപ്പോഴും ആ ഫ്രോസ്റ്റ് ഫിഷ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ അവളും ഞാനും തികച്ചും വ്യത്യസ്തരായ രണ്ടുപേരാണ്. വെറുതെ നീ എൻ്റെ പുറകെ വന്നിട്ട് ഒരു കാര്യവുമില്ല എന്ന് തിങ്ങാൻ തീർത്ത് പറയുന്നു. അവളോട് സോറി പറഞ്ഞിട്ട് ഫെങ്ഷി സ്വന്തം ജീവൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സിമാജിയാവോ തക്ക സമയത്ത് അവനെ തടയുന്നു. അതുകൊണ്ട് അവന് മരണം സംഭവിക്കുന്നില്ല. പക്ഷേ അവൻ്റെ കൾട്ടിവേഷൻ മുഴുവനും നഷ്ടപ്പെടുന്നുണ്ട്. ഇനി അവന് അധികം സമയം ബാക്കിയില്ല. അതുകൊണ്ട് നിയോസാൻ്റെ മരണത്തിനുള്ള പ്രായശ്ചിത്തമായി ഇത് കണക്ക് കൂട്ടിയാൽ മതിയെന്ന് സിമാജിയാവോ എല്ലാവരോടുമായി പറയുന്നു. എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്. ഫെങ്ഷിക്ക് ഇനി അധിക സമയം ബാക്കിയില്ലല്ലോ. പഴയ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഓർമ്മയിൽ അവൻ തിങ്ങാനോട് അവസാന യാത്ര പറയുന്നുണ്ട്. ഫെങ്ഷിക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട്. പക്ഷേ ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. തിങ്ങാനോടും റോളിങ്ങിനോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അധികം വൈകാതെ അവൻ്റെ ശരീരം നശിക്കും. ഈ സമയത്താണ് തിങ്ങാൻ മയങ്ങി വീണത്. അങ്ങനെ എല്ലാവരും കൂടി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. സിമാജിയാവോ അവളെ കൊണ്ട് കിടത്തിയിട്ട് അവളുടെ ഒപ്പം തന്നെ ഇരിക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ അവൾ ഉണരുന്നു. ഇപ്പോൾ ഈ ഡീമനിക് എനർജി കുറച്ച് കുറഞ്ഞിട്ടുണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ കൺട്രോളിലാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അവൾ ആശങ്കപ്പെടുന്നു. യോയുവാൻ്റെ സോളിൻ്റെ ചെറിയൊരംശം മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. അതുകൊണ്ട് അവനെ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇനി 1 മാസത്തേക്ക് ഒരു കൾട്ടിവേഷൻ നടത്താൻ തുടങ്ങുകയാണ്. അത് കഴിഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് നിൻ്റെ ഉള്ളിലെ ഈ ഡീമനിക് എനർജി മുഴുവനായും പോയിട്ടുണ്ടാവും. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് സിമാജിയാവോ അവളെ സമാധാനിപ്പിക്കുന്നു. അവനിങ്ങനെ 1 മാസത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇത്ര അത്യാവശ്യമായി അത് ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മുടെ വിവാഹം നടത്തണമെന്ന് നീയല്ലേ എതിർത്ത് പിടിച്ചത്. എന്നിട്ട് അത് നടത്തുന്നില്ലേ? ആദ്യം വിവാഹം കഴിഞ്ഞിട്ട് പോരെ ഈ കൾട്ടിവേഷൻ എന്ന് തിങ്ങാൻ ചോദിക്കുന്നുണ്ട്. ഇനി അവന് നേരത്തെ പറ്റിയ ആ മുറിവ് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയിട്ടാണോ ഇവനിങ്ങനെ പെട്ടെന്ന് 1 മാസത്തേക്കൊക്കെ മാറി നിൽക്കുന്നതെന്നും അവൾ സംശയിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ തിരികെ വന്ന ശേഷം നമ്മുടെ വിവാഹം നടത്താം. അതുവരെ സമാധാനമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചിട്ട് അവൻ കൾട്ടിവേഷനായി പോകുന്നു. ഇപ്പോൾ അവിടുത്തെ സിറ്റിയിലെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിരിക്കുന്നു. ന്യൂസാൻ്റെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണം അറിഞ്ഞതോടെ ഇമോർട്ടൽസും ഡീമൻസുമായിട്ടുള്ള ഫൈറ്റൊക്കെ താൽക്കാലികമായി നിന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നെഗറ്റീവ് എനർജിയുടെ പ്രശ്നവും അവിടെ ഇല്ല. പക്ഷേ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയ ന്യൂസാൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരെ സിമാജിയാവോ തൻ്റെ അടുത്തേക്ക് വിളിപ്പിക്കുന്നു. 2 കൂട്ടരും കൂടി ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് കൾട്ടിവേഷൻ ചെയ്യാനുള്ള സ്പിരിച്വൽ പവറൊക്കെ നൽകാമെന്ന് സിമാജിയാവോ മുമ്പ് പറഞ്ഞിരുന്നതാണല്ലോ. എന്നിട്ടും അതിനെതിരായിട്ട് ഇങ്ങനെ കുറച്ച് പേർ നിൽക്കുന്നതിനെ നിജു കുറ്റപ്പെടുത്തുന്നു. ആദ്യമേ മുതലേ തിങ്ങാൻ ഡീമൻ ലോഡായത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളുണ്ടായിരുന്നല്ലോ. അയാളുടെ നേതൃത്വത്തിലുള്ളവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പോഴും തിങ്ങാനെ തങ്ങളുടെ ഡീമൻ ലോഡായി അംഗീകരിക്കാൻ പറ്റില്ല. അവളുടെ ഉള്ളിൽ ഡീമൻ കോർ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവൾ ഡീമൻ ലോഡായി മാറിയത്. അല്ലാതെ എന്ത് യോഗ്യതയാണ് അവൾക്കുള്ളതെന്ന് പറഞ്ഞ് അയാൾ തിങ്ങാനെ കുറ്റപ്പെടുത്തുന്നു. സിമാജിയാവോയ്ക്ക് ഇത് കേട്ടിട്ട് സഹിക്കുന്നില്ല. അങ്ങനെ എല്ലാവരെയും മുന്നിൽ വെച്ച് സിമാജിയാവോ സ്പിരിറ്റ് ഫയർ ഉപയോഗിച്ച് അയാളെ കൊല്ലുന്നുണ്ട്. അതോടെ ബാക്കിയുള്ളവരെല്ലാം പേടിക്കുന്നു. ഞങ്ങളാരും ഇനി തിങ്ങാനെതിരായി ഒന്നും പറയില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അവരോട് ക്ഷമ പറയുന്നുണ്ട്. അങ്ങനെ ബാക്കിയുള്ളവരെ സിമാജിയാവോ തൽക്കാലം വിട്ടയക്കുന്നു. പക്ഷെ അവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ ബ്ലഡൊക്കെ വൊമിറ്റ് ചെയ്യുന്നു. അവൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നീഞ്ചു വേഗം അടുത്ത് ചെല്ലുന്നുണ്ട്. മറ്റേ മുറിവിൽ നിന്ന് റിക്കവറായിട്ട് അധികം സമയമായിട്ടില്ലല്ലോ, അതിൻ്റെ കുഴപ്പമാണ്. ആ കൾട്ടിവേഷൻ കഴിയുമ്പോഴത്തേക്കും ശരിയാവും എന്ന് പറഞ്ഞ് അവൻ നീഞ്ചുവിനെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് തിങ്ങാനോട് ഇതിനെപ്പറ്റി പറയരുതെന്ന് പറഞ്ഞിട്ടാണ് അവൻ കൾട്ടിവേഷനായി പോയത്. പക്ഷേ അകത്തേക്ക് പോയ സിമാജിയാവോ സ്പിരിറ്റ് ഫാനിന് മുന്നിൽ നിന്ന് കരയുന്നുണ്ട്. എൻ്റെ തലയിലെ മണ്ടത്തരം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. നിനക്ക് ജീവനിൽ കൊതിയില്ലായിരിക്കും, പക്ഷേ എനിക്ക് ജീവിച്ച് മതിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സ്പിരിറ്റ് ഫയർ അവനെ തേറി വിളിക്കുന്നുമുണ്ട്. അത് കേട്ടുകൊണ്ട് നിഞ്ചു അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ സിമാജിയാവോയ്ക്ക് മറ്റെന്തോ ഉദ്ദേശമുണ്ടെന്ന് നിജുവിന് മനസ്സിലാവുന്നു. അവൻ അടുത്തേക്ക് ചെന്ന് അവൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുന്നെങ്കിലും സിമാജിയാവോ ഒന്നും പറയാൻ തയ്യാറാവുന്നില്ല. മാത്രമല്ല ഇങ്ങനെ ഒളിച്ചു വന്നിരുന്നത് കേട്ടതിന് നിഞ്ചുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷേ നിഞ്ചു വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് സ്പിരിറ്റ് ഫയർ ആണ് എന്താണ് സിമാജിയാവോയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്നൊക്കെ വിളിച്ച് പറഞ്ഞത്. അവൻ്റെ ആ മുറിവൊന്നും ശരിക്കും ഭേദമായിട്ടില്ല. എന്നിട്ടും അവനിപ്പോൾ തിങ്ങാനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവൻ്റെ ജീവിതം വേണ്ടെന്ന് വയ്ക്കാൻ പോവുകയാണ്. അവൻ ഇങ്ങനെ ചെയ്യുന്നില്ല എന്നെങ്കിൽ ചിലപ്പോൾ ഇനി ഒരു 70-80 വർഷം കൂടി അവനെ ജീവിച്ചിരിക്കാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ ഈ കാണിക്കാൻ പോകുന്നത് കാരണം അവൻ ഇനി അധികം ആയുസ് ബാക്കി ഉണ്ടാവില്ല. അവൻ മരിക്കുന്നതോടെ ആ സ്പിരിറ്റ് ഫയറും മരിക്കുമല്ലോ. അതുകൊണ്ടാണ് ആ ഫ്ലവർ ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത്. ലിറ്റിൽ ഫ്ലെയിം ഇതൊക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും നീ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഗ്രാൻഡ് മാസ്റ്റർക്ക് ഒരു കുഴപ്പവുമില്ല. അദ്ദേഹവും തിങ്ങാനും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. തിങ്ങാൻ്റെ ഡീമനിക്കോർ അദ്ദേഹം പ്യൂരിഫൈ ചെയ്യും എന്നൊക്കെ അവൻ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോഴാണ് ഡീമനിക്കോർ പ്യൂരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ആയിരിക്കണം സിമാജിയാവോയ്ക്ക്
അവൻ്റെ ജീവൻ ഉപേക്ഷിക്കേണ്ടി വരുന്നതെന്ന് നിഞ്ചുവിന് മനസ്സിലാവുന്നത്. തിങ്ങാനെ രക്ഷപ്പെടുത്താൻ അവൻ്റെ മുന്നിൽ ഇതല്ലാതെ വേറെ വഴിയില്ല. പക്ഷെ തിങ്ങാൻ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാവുമോ? അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവളുടെ കണ്ടീഷൻ എന്തായിരിക്കും എന്നൊക്കെ നിഞ്ചു വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ എല്ലാവരും എന്നെ നന്നായി പേടിക്കുന്നുണ്ട്. ആ ഒരു പേടി ഉള്ളിടത്തോളം കാലം ആരും തിങ്ങാനെ ഉപദ്രവിക്കില്ല. മാത്രമല്ല എന്നെ തിങ്ങാൻ കൊന്നു എന്ന് പുറത്തുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവളുടെ ഇപ്പോഴത്തെ പവർ ഒന്നുകൂടി കൂട്ടുകയേ ഉള്ളൂ. അതോടെ പിന്നെ ഇമ്മോർട്ടൽസിൻ്റെയും ഡീമൻസിൻ്റെയും റൂളറായി അവൾക്ക് ആരെയും പേടിക്കാതെ സുഖമായി കഴിയാം എന്നൊക്കെ സിമാജിയാവോ പറയുന്നു. അവനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞപ്പോൾ നിഞ്ചു വിഷമത്തോടെ അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പോയാലും തിങ്ങാൻ്റെ ഓർമ്മകളിലൂടെ ഉറപ്പായും ജീവിക്കും. അവളുള്ളിടത്തോളം കാലം ഞാനിവിടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ സിമാജിയാവോ അവനെ സമാധാനിപ്പിക്കുന്നു. അവളോട് ഇതിനെപ്പറ്റി പറയരുതെന്നും പറയുന്നുണ്ട്.